ഉപവാസം ഇരിക്കുന്നത്. ഇന്നലെ ആരംഭിച്ച ഉപവാസ സമരം ഇന്ന് 10 മണിയോടുകൂടി അവസാനിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു തൊഴിൽ പ്രശ്നം എന്ന നിലക്ക് അല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്, ഒരു ജീവൻ പ്രശ്നം എന്ന നിലക്കാണ്. സാധാരണഗതിയിൽ തൊഴിലാളികൾ പണിമുടക്കാറുള്ളത് കൂലി വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ബോണസ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന സമരം ഞങ്ങൾ ചെയ്ത തൊഴിലിൻ്റെ വേതനം ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളെ പട്ടിണിക്കിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. സ്വാഭാവികമായും ഏതൊരു മാനേജ്മെൻറ്റും ചെയ്യുന്നത് പോലെ തന്നെ തുടക്കത്തിൽ ഇതിനോട് ഒരു പുറംതിരിഞ്ഞ നിലപാടാണ് മാധ്യമ മാനേജ്മെൻറ്റ് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഏറെ ദുഃഖകരമാണ്. ഒരു സ്ഥാപനവും പൂട്ടിപ്പോകുന്നത് ഒരു ജനതക്കും നല്ലതല്ല. തൊഴിലാളികൾക്കായാലും മുതലാളിമാർക്കായാലും നാട്ടുകാർക്കായാലും ഒക്കെ ഏതൊരു സ്ഥാപനവും നിലനിൽക്കുക തന്നെയാണ് വേണ്ടത്. നിലനിൽപ്പിനാവശ്യമായ സഹായ സഹകരണങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്, ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. മാധ്യമം നമുക്കറിയാം, വാർത്താ മാധ്യമങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവ് എന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു പത്രമായിരുന്നു മാധ്യമം. തുടക്കത്തിൽ നിഷ്പക്ഷ വാർത്തകളുമായി ബഹുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന പത്രം എന്ന നിലക്ക് വലിയ സ്വീകാര്യതയായിരുന്നു ആ പത്രത്തിന് ലഭ്യമായിരുന്നത്. വൻകിട പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഭാഗം നടത്തുന്ന പത്രമാണ് എന്നത് അറിയാമായിരുന്നിട്ട് പോലും സാധാരണ ജനം മറ്റു പത്രങ്ങളിലെ വ്യത്യസ്തമായ ഒരു പത്രം എന്ന നിലക്ക് മാധ്യമത്തെ സ്വീകരിക്കുകയായിരുന്നു. അതിന് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, പേഡ് ന്യൂസുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഭരണവർഗം എപ്പോഴും അവർക്ക് അനുകൂലമായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കാശ് കൊടുത്ത് മാധ്യമങ്ങളെ വിലക്കെടുത്തു കൊടുത്ത്, അല്ലെങ്കിൽ പത്രപ്രവർത്തകരെ വിലക്കെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. എത്ര ഇല്ലെന്ന് നിഷേധിച്ചാലും സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരുപാട് പത്രപ്രവർത്തകരുണ്ടെങ്കിലും ദേശീയ തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നമുക്ക് നോ പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ പോലും സത്യസന്ധമായി വാർത്തകൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഒരു കാലഘട്ടത്തിൽ മാധ്യമത്തിന് സാധിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അന്നാണ് മാധ്യമ പത്രത്തെ ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ജനം ഹൃദയത്തിലേറ്റിയിരുന്നത് എന്നതൊരു വസ്തുതയാണ്. അക്കാലത്ത് പത്രപ്രവർത്തനം നടത്തിയിരുന്ന പത്രപ്രവർത്തകർക്കറിയാം, അന്ന് മാനേജ്മെന്റ് വാർത്തകൾ വരുമ്പോൾ അന്നത്തെ മാധ്യമത്തിന്റെ പ്രവർത്തകരോട് പറയാറുണ്ടായിരുന്നത്, നിങ്ങൾ വാർത്തകൾ സുതാര്യമാക്കാൻ ശ്രമിക്കണം, സത്യസന്ധമാക്കാൻ ശ്രമിക്കണം, അതിന് നിങ്ങൾ ക്രോസ് ചെക്കിംഗ് ചെയ്തുകൊണ്ട് മാത്രമേ വാർത്തകൾ കൊടുക്കാവൂ എന്ന നിർദ്ദേശമായിരുന്നു അക്കാലഘട്ടത്തിൽ മാധ്യമ മാനേജ്മെന്റിൽ നിന്ന് ഉണ്ടായിരുന്നതൊക്കെ. വർത്തമാനകാലത്ത് ഒരു പക്ഷത്തിന്റെ മാത്രം പത്രമായി അത് അധപ്പതിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായി. അങ്ങനെ വന്നപ്പോഴാണ് പല വിഭാഗങ്ങളും ആ പത്രം ഇനി വേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് പുതിയ പത്രപരീക്ഷണങ്ങളിലേക്ക് നീങ്ങുകയും അല്ലെങ്കിൽ മറ്റ് പത്രങ്ങൾ തേടിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന വസ്തുത മാനേജ്മെന്റ് വിസ്മരിക്കരുത്. മിക്കവാറും നാളെ പരിശുദ്ധ റംസാൻ സമാഗതമാവുകയാണ്. സാധാരണഗതിയിൽ സേവന രംഗത്ത് വളരെ സജീവമാകാറുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തന്നെയാണ് ഈ പത്രസ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് എന്നത് ഏറെ ഗൗരവതരമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല ഒരു സമയത്ത് നല്ല ഒരു തീരുമാനമെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു വാശിയുടെ പ്രശ്നമില്ല. പുതിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികൾ രംഗത്ത് വന്നതല്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള ശമ്പളം, തങ്ങൾ തൊഴിൽ ചെയ്തതിനുള്ള വേതനം, അത് ഞങ്ങൾക്ക് നൽകണം എന്ന് മാത്രമാണ് ഈ തൊഴിലാളികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ശമ്പളക്കാരനായാലും ഒരു മാസത്തിൽ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന് അനുസൃതമായി പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾക്ക് പണമില്ലെങ്കിൽ വായ്പ വാങ്ങി 1-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാം എന്ന് പറയുന്നതുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്നവരാണ്. വലിയ ശമ്പളക്കാരായാലും ചെറിയ ശമ്പളക്കാരായാലും ഒക്കെ അതിനനുസൃതമായി ആവശ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ശമ്പളമുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്.
അത്തരം ആളുകൾക്ക് ഒരു ദിവസം ശമ്പളം മുടങ്ങിയാൽ പോലും പ്രയാസങ്ങൾ ഉണ്ടാകും. അതൊരു പക്ഷേ അവർ മാനേജ് ചെയ്തു എന്ന് വരാം, ഒരു മാസം ഒരു പക്ഷേ മാനേജ് ചെയ്തു എന്ന് വരാം. ദീർഘകാലം ഞങ്ങൾ ശമ്പളം വാങ്ങിയിട്ടുള്ളൊരു സ്ഥാപനം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അവരോടൊപ്പം നിൽക്കണം എന്ന ഒരു സ്വാഭാവികമായ ബോധം തൊഴിലാളികൾക്ക് ഉണ്ടാകും. എന്നാൽ അത് 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ട് ഒരു ചർച്ചക്ക്, മാന്യമായ ചർച്ചക്ക് പോലും മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ഏറെ പ്രതിഷേധാർഹമാണ്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാധ്യമ മാനേജ്മെന്റ് നമുക്കറിയാം ഒരു വിശ്വാസി സമൂഹത്തിന്റെ ആളുകളാണല്ലോ. മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊരു തൊഴിലാളിയെ കൊണ്ട് തൊഴിൽ ചെയ്യിച്ചാൽ വയലിൽ നിന്ന് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയുടെ വിയർപ്പാറുന്നതിന് മുമ്പ് അവർക്ക് പ്രതിഫലം കൊടുക്കണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ തന്നെ അധ്വാനത്തിന്റെ പ്രതിഫലം കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്. മറ്റ് പത്രമാധ്യമങ്ങൾ കേട്ടാൽ, മറ്റ് തൊഴിലാളി വിഭാഗങ്ങൾ അറിഞ്ഞാൽ ഇതിന് ക്ഷീണമുണ്ടാക്കുമെന്ന ബോധത്തോടു കൂടി ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം. ഒരിക്കലും ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലക്ക് ഇത് പൂട്ടിപ്പോകാൻ പാടില്ല. അത് നിലനിർത്തുന്ന കാര്യത്തിൽ നിങ്ങളുടെ പ്രതിസന്ധികളെ കുറിച്ച് തുറന്ന് ചർച്ച ചെയ്ത് തൊഴിലാളികളുടെ പ്രശ്നങ്ങളോട് ഒരു മര്യാദപൂർവമുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കറിയാം, പുതിയ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി തന്നെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ചിക്കാഗോവിലെ വലിയ പോരാട്ടത്തിന്റെ ഫലമായി നേടിയെടുത്തിട്ടുള്ള 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, അതുപോലെ തന്നെ 8 മണിക്കൂർ ഒരു നിലയിൽ നിന്ന് മാറി സ്വന്തം ജീവൻ നിലനിർത്താൻ, സ്വന്തം കുടുംബത്തെ പോറ്റാൻ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മാനേജ്മെന്റ് തൊഴിലാളികളോട് സഹകരിക്കണം എന്നാണ് വളരെ വിനയാന്വിതമായി അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്. പ്രത്യേകിച്ച് പരിശുദ്ധ റംസാൻ സമാഗതമാകുന്നു. സ്വാഭാവികമായും ഇത്തരം ഒരു സമരത്തെ മാധ്യമം പോലെയുള്ളൊരു മാനേജ്മെന്റ് ആ മാസത്തിനും മരുപ്പിച്ചൊഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കരുത് എന്ന വളരെ വിനീതമായ അഭ്യർത്ഥനയുണ്ട്. സ്വാഭാവികമായും സമരരംഗത്തേക്ക് വന്നിട്ടുള്ള തൊഴിലാളികൾ എന്ന നിലക്ക് തൊഴിലാളി പ്രസ്ഥാനം അവരോടൊപ്പം ഒറ്റക്കെട്ടായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തൊഴിലാളികൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ തൊഴിലാളികളുടെ വികാരത്തോടൊപ്പം നിൽക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനോട് വളരെ വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു മാന്യമായ ചർച്ചക്ക് തയ്യാറാകണം. മാന്യമായി പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. എല്ലാ വിട്ടുവീഴ്ചകൾക്കും തൊഴിലാളികൾ സന്നദ്ധമാകും. അല്ലെങ്കിൽ തൊഴിലാളികളോട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനും ബോധവൽക്കരിക്കാനും ഈ രാജ്യത്തെ പൊതുപ്രവർത്തകന്മാരും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകും. ആ രീതിയിൽ ഉയർന്ന ചിന്തയോടെ പ്രശ്നങ്ങൾ സമീപിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 24 മണിക്കൂർ സമയം നടത്തിയിട്ടുള്ള ഈ ഉപവാസം നമുക്കറിയാം ഒരു ഗാന്ധിയൻ സമരമാർഗമാണ്. മറ്റേതെങ്കിലും സമരങ്ങൾ പോലെ സ്ഥാപനത്തെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് ദോഷമാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സമരമല്ല ഇത് എന്ന് നമുക്കറിയാം. തികച്ചും സഹനത്തോടുകൂടി നടത്തിയിട്ടുള്ള ഈ ഉപവാസ സമരം ഒരു മാതൃകാ സമരമാണ്. ആ സമരത്തെ മാനേജ്മെന്റ് ആ രീതിയിൽ തന്നെ കാണുകയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യണം. സമയം വൈകിയിട്ടില്ല. ഇനിയും ഇരിക്കാനും ചർച്ച ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരുപാട് സമയമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ അതിനോട് പ്രതികരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് സവനയും അഭ്യർത്ഥിക്കുന്നു. ഈ മഹത്തായ സമരത്തിന് സർവ്വവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, എന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലക്ക് എല്ലാ പിന്തുണയും ഈ സമരത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്.